വെഞ്ഞാറമൂട്ടിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ വിസ്മി എന്റർപ്രൈസസിന്റെ നവീകരിച്ച ഷോറൂം ഏറെ പുതുമകളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. വിസ്മി എന്റർപ്രൈസസ് വെഞ്ഞാറമൂട്. ഇതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഗംഭീര വിലക്കിഴിവും മറ്റ് ഓഫറുകളും മാന്യ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിസ്മി എന്റർപ്രൈസസ് വെഞ്ഞാറമൂട്. വിസ്മി എന്റർപ്രൈസസിൽ നിന്നും പർച്ചേസ് ചെയ്യും യഥാർത്ഥ വിലക്കുറവിന്റെ ഗുണം അനുഭവിച്ചു. വിസ്മി എന്റർപ്രൈസസ്. ടസ്കസ് ടീമിന്റെ ക്യാപ്റ്റൻ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ മൊമെന്റോ സ്വീകരിക്കാൻ എത്തണമെന്ന്. Welcome to a world where dreams meet reality. This is Cho This, crafting homes that resonate with elegance. And now, introducing our latest masterpiece, Crown, nestled in the heart of Karyavatam, Trivandrum, with an amazing living area. Bedrooms that cocoon you in comfort. A kitchen that's a culinary haven. A hall for event organizing, perfect for celebrations. A home theater for those cinematic evenings. A cutting-edge gym for fitness enthusiasts. And a rooftop that transforms into a party paradise. This prime location in Trivandrum places you at the epicenter of everything you need. Trivandrum International Airport, 13 kilometers away. Greenfield International Stadium is a mere 900 meters away. Technopark Phase 3 is 3.5 kilometers away. Infosys is only 5 kilometers away. Kerala University, Karyavatam Campus 1 kilometer. Lulu Mall awaits, a short 7.6 kilometers away. Crown at Karyavatam not only offers you a luxurious home but places you strategically, where every destination is just a stone's throw away. സാംസ്കാരിക വേദി നീണ്ട നാളത്തെ പരിശ്രമത്തിനൊടുവിൽ നീച്ചൊരുക്കിയ മറ്റൊരു മികവുറ്റ ടൂർണമെന്റ്. കുഞ്ഞി പറഞ്ഞതുപോലെ കേരളത്തിലെമ്പാടും ക്രിക്കറ്റ് പ്രീമിയർ ലീഗുകൾ അടക്കി ഭരിക്കുന്ന കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ വലിയൊരു മാറ്റത്തിന് തിരുനാളം കൊളുത്തിയ സംഘാടക സമിതി ഫാൽക്കൺ കലാ സാംസ്കാരിക വേദി. സലീസൻ ഈ മത്സരിക്കുന്ന രണ്ട് ടീമിന്റെയും 12th മാൻ. കളിക്കാത്ത ഒരു വ്യക്തി ദയവ് ചെയ്ത് കമന്ററി ബോക്സ് റിപ്പോർട്ട് ചെയ്യുക പ്ലീസ്. രണ്ട് ടീമിന്റെയും 9th മാൻ, 9ാമൻ ദയവ് ചെയ്ത് കമന്ററി ബോക്സിലെത്തുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇല്ലാത്ത പക്ഷം സ്കോർ കാർഡിന് പറ്റുന്ന തെറ്റുകുറ്റങ്ങൾക്ക് കമ്മിറ്റി ഉത്തരവാദികൾ ആയിരിക്കില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്ലീസ്, ഇറ്റ്സ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഫോർ 2 ടീംസ്, ക്യാപ്റ്റൻ ആൻഡ് മാനേജർ. രണ്ട് ടീമിന്റെയും 9th മാൻ ദയവ് ചെയ്ത് സ്കോർ ബോർഡിലേക്ക് എത്തുക പ്ലീസ്. അമ്പയർ പ്ലീസ് വെയിറ്റ്. ദയവ് ചെയ്ത് ബാറ്റിംഗ് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്നും ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കുക പ്ലീസ്. അകത്തേക്ക് കയറിക്കുക. കമ്മിറ്റി അറിയിപ്പാണ്. Zakati gets the call and puts it down. The നിമിഷം ഒരു അവസരം ലഭിക്കുന്നു, പക്ഷേ മുതലാക്കാൻ സാധിക്കാതെ ഫീൽഡർ. പ്ലീസ് വെയിറ്റ്.
ഫാൽക്കൻ കലാ സാംസ്കാരിക വേദി അണിയിച്ചൊരുക്കുന്ന 4ാമത് ഫാൽക്കൻ കപ്പ്. ഇതിന്റെ മനോഹാരിത തുളുമ്പുന്ന അടുത്ത മത്സരം പുരോഗമിക്കുന്നു. The wide signal from appearing side call ഈ നിമിഷം ബാറ്റിംഗ് ടീമിനായി ഓപ്പണിംഗ് കോംബോ എത്തുന്നു. Page 360 openers Naiju and Sachu. Paula വിഷ്ണു താൽക്കാലികമായി രക്ഷപ്പെടുന്ന ഒരു ഇൻസൈഡ് എഡ്ജിൽ സ്റ്റംപിലേക്ക് ചുംബിച്ചു എങ്കിലും ബെയിൽ ഓൺ ആക്കുന്നത് ബാറ്ററിനൊരു ലൈഫ് ലൈൻ കൂടി ലഭിക്കുന്നു. Vishnu to Naiju Saradi. So 3 more deliveries left in this very first over. Another cutting delivery and League One. It's a beautiful compact bowling side. മനോഹരമായൊരു തിരിച്ചുവരവ് ബോളിംഗ് സൈഡിന്റെ ഭാഗത്തു നിന്നും കുറച്ചു നേരത്തേക്ക് എക്സ്ട്രാ വില്ലത്തരം കാണിച്ചുവെങ്കിലും മത്സരത്തിലേക്ക് തിരിച്ചെത്തുന്ന വിഷ്ണു ആൻഡ് കമ്പനി. Another beauty, another quality cutting delivery from the hands. It's a bowling side. Strikers. മനോഹരമായ ടോസിന്റെ ആനുകൂല്യം ക്യാപ്റ്റന്റെ തീരുമാനം മാനേജ്മെന്റിന്റെ ഉള്ളടക്കമൊക്കെ വ്യക്തമാക്കി തരുന്ന ആദ്യ ഓവർ അതിന്റെ അവസാന ബോളിലേക്ക്. Oh, chance. Catches the call. Man underneath it. Collected ball. ആദ്യ വിക്കറ്റ്, ആദ്യ വലിയൊരു ബ്രേക്ക് ത്രൂ നേടിയെടുക്കുന്ന ബോളിംഗ് ടീം. കഴിഞ്ഞു പോയ മത്സരങ്ങളിലൊക്കെയും ബൗളേഴ്സിന്റെ ശവപ്പറമ്പായി മാറിയ ഈ ഒരു നിമിഷം ഇതിന് മാറ്റം കൊണ്ടുവന്നത് കഴിഞ്ഞ മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സിൽ അട്ടസ് നടത്തിയ തേരോട്ടത്തിൽ മികവ് കാണിച്ച ആ ഒരു ബോളിംഗ് ലൈനപ്പിന് ശേഷം ഈ ഒരു മത്സരത്തിന്റെ ആദ്യ ഓവറും ആ കഥ തന്നെ ഈ മൈതാനിയിൽ ഫാൽക്കൻസിന്റെ ഹൃദയഭൂമിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. After completion of a very first over, score 8 run, loss of 1 wicket. ഒരു ഓവർ പിന്നിടുമ്പോൾ 8 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ടീം. Page 360. As a new bowler come on the bowling end, the major gun, the major weapon of bowling department, the strikers, Siddiq. So Siddiq to new batter, Sachu Amster. Oh, beauty, another quality hit. But single and only. ഒരൊറ്റ റണ്ണിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നു ഈ ഒരു നിമിഷം സച്ചു എന്ന താരത്തിന്. കഴിഞ്ഞു പോയ 1 മാസക്കാലങ്ങൾക്ക് മുമ്പ് നടന്ന മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗിലും ഈ താരത്തിന്റെ മികവ് ആ ടീമിന് ഏറ്റവും കൂടുതൽ അനുയോജ്യ സമയങ്ങളിൽ ഉപയോഗപ്പെട്ടിരുന്നു. ഈ ഒരു മത്സരത്തിലും ആ പ്രതീക്ഷയിലായിരിക്കണം ബാറ്റിംഗ് ടീം. ടേക്ക് ഔട്ട്. Another try but means wide signal from appearing side call. It's a very good wicket keeping behind the wickets, but wide signal വീണ്ടും തലവേദന സൃഷ്ടിക്കുന്നു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്. ഒരുപാട് മത്സരങ്ങളുടെ പരിചയ സമ്പത്തുള്ള താരമാണ്, മികച്ച ഓൾറൗണ്ടർ കൂടിയാണ് സിദ്ദിഖ്. പക്ഷേ ഈ നിമിഷം ട്രാക്കിലേക്ക് എത്താൻ സാധിക്കാതെ. Juicy toss and the beauty. Another stunning catch. The strikers fielder. വിഷ്ണു ആദ്യ ഓവറിൽ തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മാറി നിന്ന താരം 8 റൺസ് വിട്ട് നൽകി 1 വിക്കറ്റ് നേടി. ഒരു വലിയൊരു നിമിഷം മികവ് കാണിക്കുന്ന മറ്റൊരു സ്പൈനിഫിക്കൽ ജംപ് ആൻഡ് ക്യാച്ച്. Another breakthrough.
പ്ലീസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്യാപ്റ്റൻ മാത്രം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. മറ്റൊരു കളിക്കാരനും ദയവ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങരുത്. സോ പ്ലീസ്, നിങ്ങളുടെ സഹകരണമാണ് ഈ ടൂർണമെന്റിന്റെ വിജയം. സോ പ്ലീസ്, സാരഥി, മാനേജർ, ഓൺ ഫീൽഡ് അമ്പയർ തേർഡ് അമ്പയറിലേക്ക് കൈമാറുന്നു. ക്യാമറ കണ്ണുകളുടെ സാന്നിധ്യം തേടിയ മതിയാകൂ. തേർഡ് അമ്പയർ കോൾ, ബൗണ്ടറി ലൈൻ ചെക്കിംഗ്, ക്യാച്ച് 06. ഫാൽക്കൻ കലാസാംസ്കാരിക വേദി കഴിഞ്ഞ ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ വീണ്ടും തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ മറ്റൊരു മനോഹരമായ ഫ്ലാറ്റ് ലൈറ്റ് ടൂർണമെന്റ് അണിയിച്ചൊരുക്കുന്നു. കഴിഞ്ഞ 3 സീസണുകളും കേരളത്തിൽ ഒരലയൊലിയായി ഒരു പുള്ളുവൻ പാട്ടിന്റെ ഈരടി പോലെ പാടി നടന്നതാണ് ഈ ടൂർണമെന്റിന്റെ ക്വാളിറ്റി. ഇർഷാദ് എന്ന കമന്റേറ്റർ ഓർമ്മപ്പെടുത്തിയതുപോലെ A to Z, കുഞ്ഞുകുട്ടിയിൽ നിന്നും മുതിർന്ന ആൾക്കാർ വരെ അടങ്ങിയിരിക്കുന്ന സംഘാടക സമിതി, അത് തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിന്റെ ക്വാളിറ്റി എടുത്തു കാണിച്ചു കൊണ്ടിരിക്കുന്നതും. As a decision coming, it's a clear one, wicket. അടുത്തൊരു ബ്രേക്ക് ത്രൂ കൂടി സമ്മാനിക്കുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്. വിക്കറ്റിന് പിടികൊടുത്ത് അടുത്ത താരവും മടങ്ങുമ്പോൾ the new batter. Come on, just striking and the major beat of this team. It's a 2 young talented boys here. Middle into the ground. Such Hampshire and the new batter. As a Mithun. 2 മികവുറ്റ തിരുവനന്തപുരത്തിന്റെ 2 താരങ്ങൾ, യങ് സെൻസേഷണൽസ്. Another beauty, another flighting delivery. The single run നേടിയ രീതിയിൽ രക്ഷപ്പെടുന്നു. സ്ട്രൈക്ക് റൊട്ടേഷൻ, സ്ട്രൈക്കിംഗ് എൻഡിലേക്ക്. Beauty over pitch 1 and the punish it well. It's a beautiful shot. A very good comeback batting side. ആദ്യ ഓവറിന്റെ പ്രതിസന്ധി വീണ്ടും നിഴലായി മാറിയ രണ്ടാമത്തെ ഓവറിൽ തിരിച്ചുവരവിനായി കാത്തിരുന്ന ബാറ്റിംഗ് ടീം സാരഥിക്കായി. ടീമിന്റെ സാരഥിയായി മാറാൻ ജേഴ്സി നമ്പർ 43, the man Sachu Hampshire. There's 2 more deliveries left in this over, the second over, last 2. A very good cut shot. കവേഴ്സിലൂടെ മനോഹരമായൊരു ടച്ച് നടത്തുന്നു. The single between the wickets, വീണ്ടും striking എൻഡിലേക്ക്. മിഥുൻ തുളസി. There's one more due. നല്ലൊരു ഷോട്ടിനായൊരു ട്രൈ. A very good field. This is number 18. Strikers end. An over complete. Is after completion of second over, score 21. Loss of 2 wickets. എണ്ണം പറഞ്ഞ 12 ബോളുകൾ പിന്നിടുമ്പോൾ 21 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ ടീം. പേജ് 360. അടുത്തൊരു അധ്യായത്തിലേക്ക്, അടുത്തൊരു പേജ് മറിക്കണം ബാറ്റിംഗ് സൈഡ് എത്ര ടീമിന് മുമ്പിൽ. Can a bowler continue? As a bowling side, a very first review taken. As LBW call. On field umpire, third umpire കൈമാറുന്നു. Third umpire Sandeep. Decision painting. ഇന്ത്യയിൽ അറിയപ്പെടുന്ന മികവുറ്റൊരു ചാനൽ
Is a non-police call. സ്വർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലുകളിലേക്ക് മികവുറ്റ രീതിയിൽ ഈ വിഷ്വൽസ് ഒക്കെയും എത്തിക്കുന്നു ക്രിക്സെ. ആ ഒരു ഫ്രീ ഹിറ്റിനെ മുതലാക്കുന്നു. മറ്റൊരു സിക്സർ കൂടി. മിഥുൻ, the quality player from team page 360. മനോഹരമായ രീതിയിൽ വീണ്ടും സ്കോറിംഗ് വേഗത ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന ബാറ്റിംഗ് ടീം. സെക്കൻഡ് സ്പെല്ലിനായി എത്തിയ വിഷ്ണുവിനെ പിഴയ്ക്കുന്നു. Another grounded shot again, single between the wickets. വീണ്ടും ഒരു റൺ സ്ട്രൈക്കിംഗ് എറ്റിലേക്ക് സച്ചു വാംസ്റ്റർ. ആദ്യ മത്സരം തന്നെ സൂചിപ്പിച്ചതാണ് ഈ ഒരു മൈതാനിയിൽ വലിയ ടോട്ടലും എത്തിപ്പിടിക്കാൻ രണ്ടാം ഇന്നിംഗ്സിലാകും. അതുകൊണ്ട് ഈ മത്സരത്തിലും വലിയ ടോട്ടൽ എത്തിപ്പിടിക്കാൻ ടീം പേജ് 360. Beauty, another standing comeback. It's a back-to-back maxi. Quality batter. സച്ചു വാംസ്റ്റർ മനോഹരമായ രീതിയിൽ മത്സരത്തിൽ വീണ്ടും വലിയ ടോട്ടലിലേക്കുള്ള കുതിപ്പിന് വീണ്ടും വലിയ സൈറൻ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു സച്ചു വാംസ്റ്റർ എന്ന താരം. 2.3 ബോൾ വരെ കാര്യങ്ങൾ എത്തുമ്പോൾ 35 റൺസ് 2 വിക്കറ്റ് എന്ന കഥ ഇവിടെ പരിപൂർണമായി മറക്കേണ്ടി വരും. വലിയ ടോട്ടലാണ് ലക്ഷ്യം. സെക്കൻഡ് സ്പെല്ലിനായി ക്യാപ്റ്റന്റെ തീരുമാനത്തിന് മുമ്പിൽ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. നാദാ ബ്യൂട്ടി തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും കുറച്ചുമൊക്കെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വിഷ്ണു എന്ന താരം ഒരുപാട് അടവുകൾ പയറ്റുന്നു. എങ്കിലും അതിനൊക്കെ മീതെ പറക്കുന്ന കഴുകൻ കണ്ണുകളുമായി സ്കോറിംഗ് ബോർഡ് കൂട്ടാൻ സച്ചു വാംസ്റ്റർ മനോഹരമായ രീതിയിൽ എണ്ണം പറഞ്ഞ 3 സിക്സറുകൾ ഈ നിമിഷം കൺസീഡ് ചെയ്യുന്നു ഈ ഓവറിൽ വിഷ്ണു എന്ന താരം. ആദ്യ ഓവറിൽ 8 റൺസ് 1 വിക്കറ്റ് നേട്ടം. നിന്റെ ആത്മവിശ്വാസത്തിന്റെ തെല്ല് പോലും ഈ ഒരു ഓവറിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. Another touch, the tricky shot, risky player. ഒരു ടൈമിംഗ്, റിസ്ക് പവർ അതൊക്കെ മികവുറ്റതാകുമ്പോൾ വീണ്ടും ഒരു 4 റൺസ്. 45-ലേക്കൊരു എടുത്തുചാട്ടം കൂടി നടത്തുന്നു പേജ് 360. So one more due. It's a 2.5 ball, 45 loss of 2. One more due in this over, the third over last ball. As an opponent's call. വീണ്ടും എക്സ്ട്രാ കൺസീഡ് ചെയ്യുന്നു. ഒരുപാട് ബൗണ്ടറീസും സിക്സേഴ്സും വഴങ്ങിയ ഓവർ. അതിനിടയിൽ ഇങ്ങനെയുള്ള നോ ബോളുകൾ വീണ്ടും വലിയ പ്രതീക്ഷയിലേക്ക് ബാറ്റിംഗ് ടീം പേജ് 360 നയിച്ചുകൊണ്ടേയിരിക്കും. ദ ഫ്രീ ഹിറ്റ് ചാൻസ്. വിക്കറ്റിനെ പേടിക്കാതെ വലിയ ഷോട്ട് അടിക്കാൻ ഈ ഒരു മൈതാനിയിൽ വീണ്ടും അവസരമൊരുക്കുന്നു. No ball continue. As another punch and a try but miss. Can a single run and over complete. Is after completion of a third over score 48. Loss of 2 wickets. 18 ബോളുകൾ പിന്നിടുമ്പോൾ 48 റൺസ്. 2 വിക്കറ്റ് നഷ്ടം. ഇനിയും 18 ബോളുകൾ ബാക്കിയാണ് ഈ ഒരു കോംബോ. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഉദിച്ചുയരുന്ന 2 യുവ കളിക്കാരാണ് ഈ നിമിഷം സ്ട്രൈക്കിലും നോൺ സ്ട്രൈക്കിംഗ് എൻഡിലും. ഒരേ രീതിയിൽ മത്സരത്തിന്റെ മേഖലകളൊക്കെയും തങ്ങളുടേതായ കയ്യൊപ്പുകൾ ചാർത്താൻ കെൽപ്പുള്ള 2 താരങ്ങൾ. As a new bowler come on the bowling end is Abu. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പിശുക്ക് കാണിക്കാൻ മറ്റൊരു ബൗളറിനെ എത്തിക്കുന്നു. Another one at touch. It's a very good fielding. It's a single between the wickets. വീണ്ടും ഒരു റൺ.
Striking into lane from batter. Mithun Tulasi. Leading edge to catch the Caulfield. Wicket keeper one needed. Misunderstanding. Bowler and wicket keeper a conversation. വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒരു ചാൻസ് ആയിരുന്നു. ഒരു പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബോളിംഗ് ടീമിന് തീർത്തും വലിയ വെല്ലുവിളി തന്നെയാണ്. അവിടെ ഒരു ക്രാക്കിംഗ് ചാൻസ് ലഭിക്കുന്നു, പക്ഷേ നേടിയെടുക്കാൻ സാധിക്കാതെ ഫീൽഡിംഗ് ടീം can continue അബു. Beauty, another quality hit. ഓർമ്മപ്പെടുത്തിയിരുന്നു ഈ ഒരു മത്സരത്തിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഇത് വളരെ വലിയ വെല്ലുവിളിയാണ് ഈ മഞ്ഞ പടയാളികൾക്ക്. ഒരു സുനാമിയായി മാറാൻ ഈ നീല പടയാളികൾക്ക് നിമിഷാർഹമായ നേരം മാത്രം മതിയാകും. വലിയ സിക്സറുകൾ എത്താൻ ഇനിയും വലിയ സൈറൻ. Get a chance, leading edge to single run, strike rotation. വീണ്ടും സ്ട്രൈക്കിംഗ് എൻഡിൽ അവസരം നൽകി സച്ചു ആംസ്റ്ററെത്തതും. കഴിഞ്ഞു പോയ ഓവറുകളിൽ മികവുറ്റ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച താരം വീണ്ടും ഈ ഓവറില്ല അബുവിനെ നേരിടാൻ സ്ട്രൈക്കിംഗ് എൻഡിൽ. That's another beauty over the commentary box. Beauty, another maximum. ഒരുപാട് ചാൻസുകൾ ലഭിക്കുന്നു. ആ ചാൻസുകളൊക്കെ മുതലാക്കി മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പേജ് 360. Now one more due. There's a wide signal from umpire Surya. Side signal is on. ഈ ഒരു മത്സരം നിയന്ത്രിക്കുന്നു മെയിൻ അമ്പയർ സൂര്യ, ലെഗ് അമ്പയർ റമീസ് ആൻഡ് തേർഡ് അമ്പയർ സന്ദീപ്. Beauty, another one. What a glorious batting performance, batting side. Page 360. ഓരോ പാഠവും ഈ മൈതാനിയിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു സ്റ്റഡി ക്ലാസ് എന്ന വണ്ണം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. After completion of a fourth over, score 69. Loss of 2 wickets. എണ്ണം പറഞ്ഞ് 24 ബോളുകൾ പിന്നിടുമ്പോൾ 69 റൺസ്. 2 വിക്കറ്റുകൾ. അതൊരു കഥയായി അത് മറക്കേണ്ടി വരും. വിക്കറ്റുകൾ ഇവിടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നില്ല. ഈ ഒരു നിമിഷം ബാറ്റിംഗ് ടീമിനെ തെല്ലും അലട്ടാത്തൊരു സംഭവമായി വിക്കറ്റ്. വലിയ ടോട്ടലിലേക്ക് കുതിക്കുമ്പോൾ ഇനിയും ബാക്കിയായി 12 ബോളുകൾ കഥ പറയാൻ ഒരുങ്ങുന്നു. തടയിടാൻ വീണ്ടും ദ മജീഷ്യൻ ഓഫ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രൈക്കേഴ്സ്. സിദ്ദിഖിനും വലിയ ഒരു ഗുഡ് നൈറ്റ് വിഷ് നൽകിക്കൊണ്ടേയിരിക്കുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഉറങ്ങുന്നതിന് മുമ്പ് സ്വപ്നത്തിലേക്ക് വലിയൊരു രാക്ഷസനായി മാറി ഉറക്കം കിടത്തുന്നു. നിശയായി മാറി ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജേഴ്സി നമ്പർ 20. Back foot punching and jersey number 18 Anthony and collected ball. ഈ ഒരു പാർട്ട്ണർഷിപ്പിന് ഒടുവിൽ 5ാമത്തെ ഓവറിന്റെ 2ാമത്തെ ബോളിൽ വിധി പ്രഖ്യാപനമെത്തുന്നു. വിക്കറ്റിന് പിടികൊടുത്ത താരം Young talented boy departs. As a new batter come on the striking end as Kutan, jersey number 25, page 360. As a batter Vaisa Kutan. ആദ്യം ഒരു 6 കൺസീഡ് ചെയ്തുവെങ്കിലും തൊട്ടടുത്ത നിമിഷം അടിച്ചവനെ തൂക്കുന്നു. ഫാൽക്കൺ കപ്പിന് പുറത്തേക്ക് ആ മൈതാനത്തിന് വെളിയിലേക്ക് തള്ളുന്നു. It's a new lefty come on the striking end. The Siddiq to Vaisag. Beauty. പിടിച്ചതിലും വലുതൊളിഞ്ഞിരിക്കുന്നു മാളത്തിലെന്ന് വ്യക്തമാക്കി തരുന്നു. പോയവനേക്കാൾ അഗ്രകണ്യൻ വന്നവനെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ മൈതാനിയിൽ. റൈറ്റിക്ക് ശേഷം മറ്റൊരു ലെഫ്റ്റി. Very first ball. The 6-1 can continue Siddiq. Back foot cutting try and a wide signal from appearing second call. ഒരു എക്സ്ട്രാ റൺ കൂടി കൺസീഡ് ചെയ്യുന്നു. ഒരൊഴുക്കായി ഒരോളമായി ഒരു താളമായി മുന്നിലേക്ക് നീങ്ങുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു സ്പോൺസർഷിപ്പ് നൽകുന്നു എക്സ്ട്രാസ്. Beauty, another quality comeback as Siddiq and company. Team strikers. ഇനിയും പിടിച്ചു നിർത്താനായില്ലെങ്കിൽ നിങ്ങളുടെ മോഹ സ്വപ്നമായ അടുത്ത റൗണ്ട് എന്ന സ്വപ്നത്തിന് മുമ്പിൽ കല്ല് കടിക്കുമെന്ന് തീർച്ച. ഇതിനായി സിദ്ദീഖ് again.
ബ്യൂട്ടി, ക്വാളിറ്റി ഹിറ്റ്. സച്ച് മടങ്ങിയ സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വൈശാഖ് എന്ന ലെഫ്റ്റി. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് കടന്നു വരുന്നു. അതിന് വ്യക്തമായ ഉത്തരം ഫാൽക്കൺ കപ്പ് സമ്മാനിക്കുന്നു. Oh, another big one. The catch is the call, but Tata bye-bye. Okay, see you. Another rain shot. Another raining. ഒരു മഴയായി സിക്സറിന്റെ പ്രവാഹ മഴ തീർക്കുന്നു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആദ്യ ഓവറിൽ വിഷ്ണു എന്ന അപകടകാരി എറിഞ്ഞു തീർത്ത 6 ബോളിൽ 8 റൺസ്, 1 വിക്കറ്റ്. ബാക്കിയായ നിമിഷം ഈ മത്സരത്തിന്റെ മൈതാന മധ്യത്ത് കഥ മാറുന്നു. മത്സരം കാലാവസ്ഥ ചൂടുപിടിക്കുന്നു. After completion of a 5th over score 94, loss of 3 wickets. എണ്ണം പറഞ്ഞ 3 വിക്കറ്റുകൾ. 5 ഓവർ പിന്നിടുന്നു. 94 എന്ന ഒരു സേഫ് സോണിലേക്ക് ബാറ്റിംഗ് ടീമിനെ എത്തിക്കുന്നു. The 6 ball remaining in this very first innings. The new bowler, another death over specialist, Shamir. It's a single between the wickets. കഴിഞ്ഞ ഓവറിൽ ഇട്ടം കൈകൊണ്ട് ഇതിഹാസം തീർത്ത താരം വീണ്ടും സ്ട്രൈക്കിംഗ് എൻഡിൽ അവസാന 5 ബോളുകൾ തന്റെ വരുതിയിലാക്കി തീർക്കാൻ ആ തട്ടി കഷ്ണം ഉപയോഗിച്ച് മൈതാനത്ത് കാണികളുടെ കൈകളിലേക്ക് എത്തിക്കാൻ തസ്യുൽദയ. Catches the call, leading edge. It's a single run. It's a 4 ball remaining. 4 ബോളുകൾ കൂടി അവശേഷിക്കുന്ന ഇന്നിംഗ്സ്. 96 എന്ന മേജർ പൊസിഷനിലേക്ക് ബാറ്റിംഗ് ടീം. സ്ട്രൈക്കിംഗ് എറ്റിൽ 12 ബോളിൽ 39 റൺസുമായി സച്ചു വാംസ്റ്റർ. നദാ ബ്യൂട്ടി കഴിഞ്ഞു പോയ ആദ്യ ഒരു ഓവറിന്റെ ആ ഒരു ഫലത്തിന് ശേഷം അവസാന ഓവറിലാണ് ഒന്ന് ദീർഘനിശ്വാസമെടുക്കാൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനാകുന്നത്. ഒടുവിൽ അതിന് കച്ചമുറുക്കാൻ എത്തിയതും ഷമീർ. Beauty, another one given, but beautiful innings, man. വൈശാഖ് മനോഹരമായ ഒരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചതിന് ശേഷം വിക്കറ്റിന് പിടികൊടുത്ത താരം മടങ്ങുന്നു. Zinubatu come on the striking, and his name is jersey number 33. Aku from team page 360. Again extra conceded by bowling department. വീണ്ടും ഒരു എക്സ്ട്രാ കൺസീഡ് ചെയ്യുന്നു. നല്ല സൂചനയല്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വലിയൊരു ടോട്ടലിൽ ഈ നിമിഷം നിലനിൽക്കുന്ന ടീമിന് വീണ്ടും വലിയൊരു മുൻതൂക്കം നൽകുന്ന ഒരു എക്സ്ട്രാ കൺസീഡ് ചെയ്യുന്നു. Zanopoli is the call. No ball plus by single. Down to 2 runs out on the scorecard. Again a free hit chance. ഒരു ഫ്രീ ഹിറ്റിനായി ഒരവസരം ലഭിക്കുന്നു സ്ട്രൈക്കിംഗ് എൻഡിലേക്ക് സച്ചു വാംസ്റ്റർ. വലിയൊരു ഷോട്ടിനായി ട്രൈ ചെയ്യുന്നു, പക്ഷേ മികവിറ്റൊരു ഇടപെടൽ. ബൗളറിന്റെ മനോഹരമായ മറ്റൊരു വേരിയേഷൻ. വീണ്ടും ഒരു സിംഗിൾ. ഇന്നിംഗ്സിന്റെ അവസാന ബോൾ. 1 more due in this very first innings. 100 കടന്ന് 101 ടീം പേജ് 360. Another flighting delivery. Clean bowled, over complete. Innings complete. അങ്ങനെ ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ എണ്ണം പറഞ്ഞ 5 വിക്കറ്റുകൾ. അതിനിടയിൽ 101 റൺസ് നേടിയ ടീം പേജ് 360. 36 ബോളിൽ വിജയലക്ഷ്യം 102 റൺസ്. The Sultan Brothers proudly presents Falcon Cup 2024. 2024 ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾക്ക് മണലിമുക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ ഒരു ത്രില്ലിംഗ് മാച്ചിലേക്ക് ഒരിക്കൽ കൂടി
ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ചേർന്ന ഈ ഒരു നിമിഷം വന്ന് ചേർന്ന കാണികളുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്താൻ 2023 IPL-ന്റെ ജിയോ സിനിമ കമന്ററി ബോക്സിൽ മലയാളികൾക്ക് ഹരമായ അഭിമാനമായി മാറിയ ഒരു നിമിഷമായിരുന്നു IPL 2023 മലയാളം ജിയോ കമന്ററി ബോക്സ്. കേരളത്തിൻ്റെ ശബ്ദമാധുര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കാസർഗോഡ് ചുള്ളനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു മുഹമ്മദ് റഫി കുഞ്ഞി. ഈ രണ്ടാം ഇന്നിംഗ്സിൽ നിങ്ങളോട് കഥ പറയാൻ, കളി പറയാൻ, കാര്യം പറയാൻ ഒരിക്കൽ കൂടി കമന്ററി ബോക്സിലേക്ക് മുഹമ്മദ് റഫി കുഞ്ഞി. ബിസ്മി എന്റർപ്രൈസസ് വെഞ്ഞാറമൂട് കഴിഞ്ഞ 35 വർഷമായി വെഞ്ഞാറമൂട്ടിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ ബിസ്മി എന്റർപ്രൈസസിന്റെ നവീകരിച്ച ഷോറൂം ഏറെ പുതുമകളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ബിസ്മി എന്റർപ്രൈസസ് വെഞ്ഞാറമൂട്. ഇതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഗംഭീര വിലക്കിഴിവും മറ്റ് ഓഫറുകളും മാന്യ ഉപഭോക്താക്കൾക്കായി ഒരുക്കി. ബിസ്മി എന്റർപ്രൈസസ് വെഞ്ഞാറമൂട്. ബിസ്മി എന്റർപ്രൈസസിൽ നിന്നും പർച്ചേസ് ചെയ്യും യഥാർത്ഥ വിലക്കുറവിന്റെ ഗുണം അനുഭവിച്ചു. ബിസ്മി എന്റർപ്രൈസസ്. സ്വാഗതം അറിയിച്ചുകൊണ്ട് നാലാം മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലേക്ക് കടക്കുമ്പോൾ സ്ട്രൈക്കേഴ്സ് കോവളത്തിന്റെ വിജയിക്കാനുള്ള ലക്ഷ്യം 102 റൺസാണ്. ഏത് സ്കോറും പിടിച്ചു നിർത്താനും അടിച്ചു തകർക്കാനും ഒരുപോലെ സഹായിക്കുന്ന ഒരു വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ആൻഡ് സീ will not be so easy. Strikil Siddiq, non-striking until Yasin. Andumai Ramiz comes in for page 360. First ball, Siddiq hits it for just a single. Just a one to start. 100 കടക്കുകയാണെങ്കിൽ ബൗളേഴ്സിന് ഒരു കോൺഫിഡൻസ്, ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് തകർക്കാനാണ് യാസിന്റെ ശ്രമം. പക്ഷേ അനായാസം അത് സിക്സറിലേക്ക് കടത്താമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വ്യക്തം. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും താരങ്ങൾ അണിനിരക്കുന്ന, ഏറ്റവും കൂടുതൽ ടീമുകൾ ഒരു നോക്കൌട്ട് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഫാൽക്കൺ കപ്പിൻ്റെ 4ാം സീസൺ പുരോഗമിക്കുന്നു. 4ാം മത്സരം. ഇത്തവണ ടൈം എടുത്ത് ബാക്ക് ഫുട്ടിൽ നിന്ന് സിദ്ദിഖ് ആ പന്തിനെ അർഹിച്ച ശിക്ഷ നൽകി തന്നെ സ്കോർ ബോർഡിലേക്ക് വലിയ സംഖ്യ ആഡ് ചെയ്യുന്നു. ദ മാക്സിമം സ്കോർ ജംപ്സ് അപ് ടു 8. അവിസ്മരണീയമായ പല പോരാട്ടങ്ങളും നടന്ന ഗ്രൗണ്ടാണ് വെഞ്ഞാറമൂടിന്റെ ഈ ഫാൽക്കൺ കപ്പിന്റെ ഗ്രൗണ്ട്. ഗ്ലാമർ പോരാട്ടങ്ങൾക്കായി വലിയ മോഹക്കപ്പിനായി 45 ടീമുകൾ ഈ ടൂർണമെന്റിൽ സജീവമായുണ്ട്. 3 ടീമുകളാണ് വിട പറഞ്ഞിരിക്കുന്നത്. 50 ടീമുകൾ പങ്കെടുക്കുന്നു. സോ 47 more teams are having the hopes and dreams to chase. Full toss. What a jump! What a try! What an effort! Absolutely stunning! പേജ് 360 വേണ്ടി വൈശാഖ് കുട്ടൻ ഒരു നിമിഷത്തേക്ക് ക്രിക്കറ്റ് മറന്ന് വോളിബോളിന്റെ ഒരു സ്മാഷ് അടിച്ചതോടെ 6 എന്ന സ്കോർ ഉറപ്പിച്ച ടീമിന് അതിൽ നിന്ന് 5 എണ്ണം വെട്ടി കുറച്ചൊരു ജമ്പായി അത് പരിണമിക്കുന്നു. വാട്ട് ആൻ എഫേർട്ട്! ഇത്തരത്തിൽ ബൗളേഴ്സിനെ ഹെൽപ്പ് ചെയ്താൽ ഇറ്റ് വിൽ ബി എ ട്രിഗർ.
Trigger to fight well. Street light, floodlight അടിച്ചു പൊട്ടിച്ച് ഒരു സിക്സർ സ്വന്തമാക്കുന്നു ഈ അവസരത്തിൽ യാസീൻ. 1 over, it's 15 on the board. $15 without loss after the first over is a good score, I tell you. തരക്കേടില്ലാത്തൊരു പൊസിഷനിലേക്ക് ബാറ്റിംഗ് ടീമായ സ്ട്രൈക്കേഴ്സ് കോവളത്തിനെത്താൻ സാധിച്ചതോടെ ഇനിയുള്ള 30 പന്തുകളിൽ ഒന്നു വിടാതെ ആവേശം അണമുറയാതെ അലതല്ലുമെന്നുറപ്പ്. Welcome to a world where dreams meet reality. This is Chodhis, crafting homes that resonate with elegance. And now, introducing our latest masterpiece. Round the wicket comes in, bowls a wide and 1, so 2 more to the total. Again, reloading that delivery. But that's a wonderful slap. Vaishak had no chance at all on this occasion. വളരെ ഫ്ലാറ്റായൊരു സിക്സർ. പന്ത് എവിടെയെന്ന് ഫീൽഡർ ചിന്തിച്ച ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് കൈകളിലേക്ക് പ്രവഹിക്കും മുമ്പ് പന്ത് ഇടിച്ച് തെറിപ്പിക്കുന്നു. അഡ്വർടൈസിംഗ് കുഷനെ. Siddiq again. Siddiq goes wild and it's 6 again. What a hit. It's magnificently picked up and played. Score jumps up to 29. 29 സ്കോർ. 14 റൺസ് ഈ ഓവറിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. 2 പന്തുകൾ മാത്രം അവസാനിച്ചപ്പോൾ. Again, fielders വെറും കാഴ്ചക്കാർ. സിദ്ദിഖിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞുകൊണ്ട് ആദ്യ 3 പന്തിൽ തന്നെ 20 റൺസ് സ്വന്തമാക്കി ബാറ്റിംഗ് ടീം. എല്ലാ പന്തുകളെയും ഗ്രൗണ്ടിനകത്ത് നിർത്താതെ പറപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം കാണിക്കുന്ന സിദ്ദിഖിന്റെ തോളിലേറി സ്ട്രൈക്കേഴ്സ് കോവളം ഈ 102 ചേസ് ചെയ്യാനുള്ള പുറപ്പാടിൽ ശക്തമായ നിലയിൽ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചൊരു ഷോട്ടായിരുന്നു. സ്കോർ ബോർഡ് പെട്രോൾ പമ്പിലെ സ്ക്രീനിനെ വെല്ലുന്ന വേഗതയിൽ കുതിക്കുമ്പോൾ 35. Over number 2 continues. Siddiq again. Good name Siddiq, and yes, stands for 6. Astonishing hit from the right hand. What a cracker of a shot that was from Siddiq. Picked up well and dispatched without mercy. നിഷ്കരുണം ആ പന്തിനെ പറഞ്ഞേക്കുന്നു. തുടർച്ചയായ 4ാമത്തേത്. 5ലേക്ക്. What a hit again. It's raining sixes in Venyaramudu. Falcon Cup is known for 6-hitting cup, and this man is opening another chapter. പേജ് 360ക്ക് ഒരു പേജിൽ നിന്നും ഈ ബാറ്ററുടെ വിക്കറ്റ് എടുക്കാനുള്ള ആയുധങ്ങൾ വീണ് കിട്ടുന്നില്ല. Mr. Riaz Walakad offering 250 rupees for the next ball 6. Will that be called a wide? It's called a wide. 33 റൺസും സ്വന്തമാക്കി സിദ്ദിഖ്. തൻ്റെ ബാറ്റിൽ നിന്നൊരു മിസ്റ്റേക്കും വരുത്താതെ ഓരോ പന്തിനെ ഓരോ ദിശയിൽ ഇരിക്കുന്ന കാണികൾക്ക് ഹെൽമെറ്റ് ഇട്ട് വേണം ഇരിക്കാനെന്ന് ആജ്ഞാപിച്ച ഒരു ഓവർ. 48 on the board and the final delivery to come up with sizzling hot Siddiq on strike. That is wide again. Oh my word. Will it be a 40-run over? 34 ഇതിനോടകം വാരിക്കുട്ടിയ ശേഷം
40 റൺസ് പിറന്നൊരു ഓവറാക്കിയത് മാറ്റാൻ ബാറ്റർ നിൽക്കുമ്പോൾ ഭരത് ഒരു കംബാക്ക് നടത്താൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. വെയിറ്റ് ആൻഡ് സീ. No way! It's gone all the way. 6 sixes in an over from Siddiq. Oh, that was a stunning over. Pass by for the team strikers Kovalam. And what a six-hitting exhibition we are watching. പ്രദർശനം നടക്കുകയാണ് മണാലിമുക്കിൽ. ഫാൽക്കൺ കപ്പിൽ സിക്സറുകളുടെ പ്രദർശനം. ആ ഏകാംഗ നാടകത്തിലെ നടനായി മാറുന്നു സിദ്ദിഖ്. ഓവർ അവസാനിക്കുന്നു. 40 റൺസ് പിറന്ന ഓവറിന്റെ സഹായത്തോടെ. പേജ് 360. എല്ലാ ആംഗിൾ വെച്ച് പരിശോധിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ഗ്രൗണ്ടിനകത്തേക്ക് ഒരു ഷോട്ട് കളിപ്പിക്കാൻ താരങ്ങൾക്ക് സാധിക്കാതെ പോയപ്പോൾ സിദ്ദിഖ് ആൻഡ് യാസിൻ is ready with a swift motion. Oh, wide ball. ഒന്നെങ്കിൽ എക്സ്ട്രാസ് അല്ലെങ്കിൽ സിക്സേഴ്സ്. ഒരു കംബാക്ക് ഓവറാണ് ബാറ്റിംഗ് ടീമിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ഓവറെങ്കിൽ ഒരു കംബാക്ക് ഓവർ ബോളിംഗ് ടീമിന് വളരെ അടിയന്തരമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഇനി എപ്പോൾ എന്ന ചോദ്യം. പേജ് 360. Find your best to produce a wicket. 57 on the board. അവസാനം ആ മരുഭൂമിയിൽ ഒരു തുള്ളി മഴ വർഷിച്ച പ്രതീതിയിൽ ഒരു ഡോട്ട് ബോൾ ആഘോഷിക്കുന്നു. പേജ് 360. 57 without loss with Yasin, and Siddiq is going out of control of everybody. Beauty with Clava. Bowler Sachu Amster with couple of dot balls is bringing the composure back to the team. 3 dot balls in a row. കഴിഞ്ഞ ഓവറിൽ കൊടുത്തതിൽ പകുതിയെങ്കിലും പിടിക്കാൻ തന്നെയാണ് ബൗളിംഗ് ടീമിന്റെ തീരുമാനം. സച്ചു 3 മികച്ച പന്തുകൾ എറിഞ്ഞുകൊണ്ട് അതിനുള്ള നഷ്ടപരിഹാരം ഇത്തവണ യാസീന്റെ ബാറ്റിൽ നിന്ന്. ചെറിയൊരു ശമനം, ഒരു പോസ് സംഭവിച്ച 3 പന്തുകൾക്ക് ശേഷം യാസീന്റെ ആർക്കിലേക്ക് ഒരു പന്ത്, അത് പാർക്കിന് വെളിയിലേക്ക്. So they are back on track. It's 63 for none. No way. Will that be a run? Good thinking. Non-striker അറിയാം കോൾ ആൻസർ ചെയ്താൽ ഒരു ഫ്രാൻറ്റിക് കോൾ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നല്ല തീരുമാനം വരുന്നു സിദ്ദിഖിന്റെ ബാറ്റിൽ ഭാഗത്തു നിന്ന്. അദ്ദേഹം ശാന്തനായി നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ കാണപ്പെടുന്നു. അവസാന പന്തിൽ എന്താണ് സംഭവിക്കുക? 6 റൺസ് മാത്രം ഈ ഓവറിൽ. മികച്ചൊരു ഓവറാക്കി മാറ്റാൻ ബൗണ്ടറി ലെസ് ഡെലിവറി നീഡഡ് ഫോർ സച്ചു. Wide balls will not help you. 64 now with 38 runs required and 19 balls left. 19-ൽ 38. ഒരു പന്തിൽ 2 വെച്ച് കമ്പാരിറ്റീവ്ലി ഈസി. പന്തുമായി മിഥുൻ എത്തുമ്പോൾ ഒരു പുൾ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച സിദ്ദീഖിന്റെ ശ്രമം വിഫലം. ഡോട്ട് ബോളുമായി മിഥുൻ തുടങ്ങുകയാണ്. Oh, another one just gone past the swinging blade of Siddiq. വ്യത്യസ്തമായ സ്വഭാവം ഓരോ ഓവറും കാണിച്ചു തരുമ്പോൾ still in the game. Page 360. What a return back to the battle. ഇത്തവണ ഉയർത്തിയടിക്കുന്നത് നേരെ സിംഗിളിലേക്ക് മാത്രം. Still great over തന്നെ. Page 360. അടിച്ചു തകർത്ത ബാറ്റർ ഒരു ഓവർ മാറി നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ മൊമെന്റം ബ്രേക്ക് ആവുകയാണ് അവിടെ. 31 from 14.
Now it's 31 from 13. This is outstanding cricket. Just one run so far from this over of bowling from Mithun against the run of play, against the script. Here comes a villain for the batting side. മത്സരം കടുക്കുമ്പോൾ പേജ് 360 സ്ട്രൈക്കേഴ്സ് കോവളത്തിന്റെ സ്ട്രൈക്കിങ്ങിന്റെ ഷാർപ്നെസ് അതൊന്ന് ബ്ലണ്ടായി വരുന്ന കാഴ്ച. തീർച്ചയായിട്ടും മത്സരം ഇനിയും ഏത് ദിശയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് ഒരു ഓവറിൽ ഒറ്റ റണ്ണ് കൊടുത്ത് $1 million ഓവറാക്കി തന്റെ ടീമിനെ മാറ്റി മിഥുൻ. പ്രതീക്ഷകളുടെ കോട്ടവാതിൽ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച നിമിഷം we are back in to the over number 5. But it's gone for a maximum. First ball 6 and Siddiq is back on his track. 50 in style. Splendid innings from 15 deliveries. Siddiq completed his half century. Sachu comes in. Again for the team, page 360. Ball number 2. Oh, that is 12. That is traveling miles. And now it is 19 away from 10 balls. ഓരോ ഓവറിലും ഓരോ തരം ബിഹേവിയർ രണ്ട് ടീമുകളും കാണിച്ചു വരുമ്പോൾ ആ തിരമാല കണക്കെയുള്ള ഗ്രാഫ് തട്ട് താണിരിക്കുന്നു സ്ട്രൈക്കേഴ്സ് കോവളത്തിന് അനുകൂലമായി. അങ്ങനെയല്ലെന്ന് പറയാൻ ശ്രമിക്കുന്നു ബൗളർ സച്ചു ആംസ്റ്റർ. വിജയപരാജയ സാധ്യതകൾ സ്റ്റിൽ ഹാങ്ങിങ്. ഇറ്റ്സ് എ റിവ്യൂ. Shout for LBW. Remains the umpire. Given that not out on ground, and it's being checked by the third umpire with technical possibilities that is allowed by the committee for the umpires. സാങ്കേതിക സാധ്യതകളും കോണുകളും വെച്ച് പരിശോധിച്ച ശേഷം വിധി വരുമ്പോൾ ആദ്യത്തെ വിക്കറ്റ് പൊളിക്കാനാവാത്ത പാർട്ട്ണർഷിപ്പ് തേർഡ് അമ്പയർ ഡിസിഷനിലൂടെ പിടിക്കാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി അമ്പയേഴ്സ് നേരെ ടെക്നിക്കൽ ലൈവ് ടെലികാസ്റ്റിംഗ് ടീമിലേക്ക് എത്തിയിരിക്കുന്നു. ഡിസിഷൻ ഈസ് പെൻഡിങ്. 19 റൺസാണ് ലക്ഷ്യം. 9 പന്തുകൾ അവശേഷിക്കുന്നു. ആദ്യത്തെ വിക്കറ്റ് വീണോ ഇല്ലയോ എന്ന ചോദ്യം. They are still waiting and the heart is beating. Oh, it's given. That's plumbed in front, says the umpire. And Siddiq is on his way back. Very important stage. കത്തി നിൽക്കുന്ന ബൗളേഴ്സിനെ ചാരമാക്കാൻ വെമ്പുന്ന ബാറ്റുമായി, ഒരു കരിഞ്ഞ കളറുള്ള ബാറ്റുമായി ഗ്രൗണ്ടിലെത്തിയ സിദ്ദിഖ്. അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീണില്ലെങ്കിൽ ഈ മത്സരത്തിൽ രക്ഷയില്ലായിരുന്നു. പേജ് 360ക്ക് അവസാനമാ കാത്തിരുന്ന വിക്കറ്റ്. സ്ട്രൈക്കേഴ്സ് കോവളത്തിന്റെ പൊന്നും വിലയുള്ള വിക്കറ്റ് മത്സരത്തിന്റെ നിർണായകമായ നിമിഷത്തിൽ വീഴുമ്പോൾ സന്തുലിതമായ അവസ്ഥയിലേക്ക് തിരികെ വരാൻ ഒരിക്കൽ കൂടി ശ്രമിക്കുന്ന പേജ് 360. ഇത്തവണ സച്ചു ആംസ്റ്റർ ബാക്ക് വിത്ത് എ വിക്കറ്റ്. Hard and given again. Oh, that is plumbed, absolutely plumbed. LBW-യിലൂടെ 2 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഒരു സ്ട്രോങ് അലാം അടിക്കുന്നു ഇപ്പോൾ സ്ട്രൈക്കേഴ്സ് കോവളത്തിന്. നല്ല ഫ്ലോവിലായിരുന്നു സ്ട്രൈക്കേഴ്സ് കോവളമെങ്കിൽ ഒരു റിവ്യൂ അതിലൂടെ കിട്ടുന്നൊരു വിക്കറ്റ്. അടുത്തത് റമീസിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നു അമ്പയറുടെ റോളിൽ നിന്ന്. അത് ബാറ്റർക്ക് വളരെ കൃത്യമായി മനസ്സിലായതോടെ അടുത്ത ബാറ്ററും ക്രീസിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഹാട്രിക്കിലേക്ക് പന്തെറിയുന്നു സച്ചു.
Oh, could have been a hat-trick, but there was a sneak and it's given a single. That will take the score to 84. And ഇനിയുള്ള 7 പന്തുകളിൽ നിന്ന് വിജയിക്കാൻ ആവശ്യം 18 റൺസ്. മിഥുന്റെ ഒരൊറ്റ ഓവർ പ്രതീക്ഷയുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നത്. That opened the floodgates for the team to come back. And Sachu Armster is harvesting. Yasin sends it out of the ground. Important runs, a significant shot for 6 from Yasin. 12 required from the final over. 90-ലേക്ക് 5 ഓവറിലെത്തുമ്പോൾ സ്ട്രൈക്കേഴ്സ് കോവളത്തിന്റെ അവസാന ഓവറിലെ വിജയ ലക്ഷ്യം 12 റൺസ്, കേവലം 12. It is Mithun. മാച്ച് തിരികെ കൊണ്ട് തൻ്റെ ടീമിൻ്റെ വശത്തേക്ക് കൊണ്ടുവന്നത് മിഥുൻ. അദ്ദേഹത്തിന് ഇത് തീർത്തു കൊടുക്കാനുള്ള ദൗത്യം ടീം ഏൽപ്പിക്കുമ്പോൾ ആദ്യ പന്തിൽ ഒരു സിംഗിളിനുള്ള ശ്രമം. Directed and no, says the umpire. Completed a run there. Strike with Yasin. നല്ലൊരു ആങ്കറുടെ റോളിൽ ആദ്യ പന്ത് മുതൽ ഗ്രൗണ്ടിൽ സസൂക്ഷ്മം പന്തുകളെ വീക്ഷിച്ച് കളിച്ച യാസിൻ. ആറ് പന്തിൽ ഇനി 12 റൺസ് എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഈ ഒരു സിംഗിൾ ആണോ റൺഔട്ട് ആണോ എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ യെസ് ഗിവൻ ഈസ് റൺ ഔട്ട്. Another wicket down and new man coming in. തേർഡ് അമ്പയർ ഡിസിഷനിലൂടെ പുറത്താകുന്ന രണ്ടാമത്തെ ബാറ്റർ സ്ട്രൈക്കേഴ്സ് കോവളത്തിന്റെ. പുതിയ ബാറ്റർ ഗ്രൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നു. ഷമീർ is the new man straight away to the non-striking end. Mithun with ball number 2. Played a scintillating game of cricket with his bowling spell. Fiery. Ricochet and is not running. ഒറ്റയ്ക്ക് കാര്യങ്ങൾക്ക് തീരുമാനമാക്കാൻ കഴിവുള്ള യാസിൻ ആ സിംഗിൾ നിഷേധിച്ച് വേണ്ടെന്ന് പറഞ്ഞ് സ്ട്രൈക്കിലേക്ക് തന്നെ തൻ്റെ കണ്ണും നട്ടിരിക്കുമ്പോൾ ഇനിയുള്ള വെറും 4 പന്തുകളിൽ നിന്ന് 2 സിക്സറുകളുടെ ആവശ്യം. മറ്റൊന്നിനും ഇവിടെ പ്രസക്തിയില്ല. ബൗണ്ടറീസ് ആൻഡ് വിക്കറ്റ്സ്. That is the first one. Yes, it is. Powerful shot and one more big hit away from the victory. Mithun bowled without any sort of errors. But the first one in the slot and slotted. 96 and 6 runs to win from 3 deliveries. 3-1. That is the score to the winning target. നിന്ന് കളി ജയിപ്പിക്കുന്നു യാസിൻ. തുടക്കത്തിൽ അടിച്ചു തകർക്കുന്നു സിദ്ദിഖ്. മനോഹരമായ ക്രിക്കറ്റ് ട്രാക്കിലെ ആ ഒരു പ്രാക്ടീസ്, ആ ഒരു ഫിലോസഫി അത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു ടീം സ്ട്രൈക്കേഴ്സ് കോവളം. അതിമനോഹരമായ 2 ബാറ്റേഴ്സിൻ്റെ നല്ലൊരു കോൺട്രിബ്യൂഷൻ സ്ട്രൈക്കേഴ്സ് കോവളത്തിനെ പേജ് 360 പരാജയപ്പെടുത്താൻ സഹായിക്കുമ്പോൾ മത്സരത്തിൽ എങ്ങും ഭീതി പരത്തി ആവേശകരമായ ഒരുപാട് ഷോട്ടുകൾ കളിച്ച് ഒരു ഓവറിൽ 5 അതിനപ്പുറം